ടെസ്റ്റിന്റെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. മോളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് മുഴുവൻ ഫാമിലിയോടും ഞങ്ങളിത് ബ്രീഫ് ചെയ്യുന്നത്. മോൾക്ക് ചില കാർഡിയാക് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ എല്ലാം കൺട്രോളിലാണ്, പ്രോബ്ലംസ് ഒന്നുമില്ല. പ്രൈമറി ബ്ലഡ് ടെസ്റ്റുകളിൽ ചില വേരിയേഷൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ECGയിലും ചില പ്രോബ്ലംസ് ഉണ്ട്. ഞങ്ങളുടെ കാർഡിയോളജി ടീമുമായി കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഡോക്ടർ, ഇതൊരു സീരിയസ് ഇഷ്യൂ ആണോ? ഇപ്പൊ തന്നെ ഇത് കണ്ടുപിടിച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ സീനിയർ കാർഡിയോ സർജൻ ഡോക്ടർ രമേഷ് പിള്ള ഈവനിങ്ങിലെത്തും. അദ്ദേഹവുമായി ഡിസ്കസ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഡോക്ടർ, സോറി, യു മീൻ സർജറി എന്തെങ്കിലും? അതെല്ലാം ഡോക്ടർ രമേഷ് വന്നതിന് ശേഷം മാത്രമേ തീരുമാനിക്കൂ. ഡോക്ടർ രമേഷിന്റെ ഫൈനൽ ഡിസിഷൻ വരുന്നതുവരെ ICUവിൽ മോൾ ഒബ്സർവേഷനിലായിരിക്കും. അസുഖം ഒരു റിയാലിറ്റിയാണ്. ബന്ധുക്കളോട് ഞങ്ങൾ അത് മറച്ചു വയ്ക്കാറില്ല. സോ ധൈര്യമായിട്ടിരിക്കൂ. ഞങ്ങളുടെ മെഡിക്കൽ ടീം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ചേട്ടാ, ഒന്ന് വരൂ. അളിയും വിഷമിക്കാതെ. അവര് കാര്യം പറഞ്ഞെന്നല്ലേ ഉള്ളൂ, സർജറി വേണമെന്ന് പറഞ്ഞില്ലല്ലോ. ഇനി അഥവാ വേണ്ടി വന്നാൽ തന്നെ ഇതിനേക്കാൾ നല്ലൊരു ട്രീറ്റ്മെന്റ് നമുക്ക് വേറെ ഒരിടത്തും കിട്ടില്ല. അത്രയ്ക്ക് നല്ല ഹോസ്പിറ്റലാണ് ഇത്. അതല്ല രാജീവേ, എന്റെ മൂക്കും അവളുടെ അമ്മയെ പോലെ. ഡോക്ടർ പറഞ്ഞല്ലോ അസുഖം ഒരു റിയാലിറ്റി ആണെന്ന്. നമ്മൾ അതിനെ ഫേസ് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. ഈ പ്രായത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. ആളിയെ സമാധാനിട്ടിരിക്കെ. ഞങ്ങളൊക്കെ കൂടെ ഇല്ലേ, മോക്കൊന്നും വരില്ല. ദൈവം എന്നോട് വീണ്ടും എന്തിനാ ചതി ചെയ്യുന്നത്? ആളിയെ എങ്ങനെ വിഷമിച്ചാ ബാക്കി എല്ലാരും പാനിക്കാവും. കഷ്ടകാലം വരുമ്പോ പെരുമഴ പെയ്യുന്നവരാണല്ലോ രാജീവേ. ഈ ലോകത്ത് ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാ. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിലേ ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നോ? ഗൗരിമോളുടെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് സാധ്യത ഡോക്ടർ പറഞ്ഞല്ലോ. അളിയ, ഈ കാലം കടന്നുപോകും. നമ്മളെ ഗൗരിമോള് ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു വരും. അളിയ, ഞാൻ പോരാ. ഹലോ.